നമസ്കാരം. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ ശനിദശ എന്നു മാറും എന്ന ചോദ്യമാണ് പല കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളോട് ചോദിക്കുന്നത്. ഈ ചോദ്യം പ്രസക്തമാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 18 സീറ്റുകൾ UDF നേടി. അതുമാത്രമല്ല, അതിന് മുൻപ് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ കോൺഗ്രസും UDFും വലിയ വിജയങ്ങൾ ആവർത്തിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിനും അതിന് ശേഷമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിനും നാട് ഒരുങ്ങുമ്പോൾ ഇവിടെ പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല. പിണറായി വിജയന്റെ ഭരണത്തിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്ത് ശക്തമാണ്. 10 വർഷം ഭരിച്ച പിണറായി സർക്കാരിനെ താഴെയിറക്കുവാൻ കോൺഗ്രസിനാണ് സാധിക്കുകയുള്ളൂ എന്ന വിശ്വാസം ഭൂരിപക്ഷ ജനങ്ങൾക്കുമുണ്ട്. ഈ ഒരു അവസരം കൃത്യമായി മുതലാക്കുവാൻ കോൺഗ്രസിന് ആവുന്നുമില്ല. ആദ്യം ഉണ്ടായിരുന്ന പ്രശ്നം ഇനി ഭരണമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ആരാകും മുഖ്യമന്ത്രി എന്നുള്ള ചോദ്യമായിരുന്നു. അതിനുവേണ്ടിയുള്ള കൂട്ട അടിയായിരുന്നു ആദ്യത്തെ വാർത്ത. അങ്ങ് ഡൽഹിയിലിരിക്കുന്ന KCയും ഇവിടെ ഇരിക്കുന്ന പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും അങ്ങനെ വെള്ള ഇട്ട എല്ലാ നേതാക്കൾക്കും ചാൻസ് ഉണ്ട് എന്ന രീതിയിൽ മാധ്യമങ്ങൾ വാർത്തയും അടിച്ചു. പിന്നെ പോരെ പുകില്. ഇവർ തമ്മിലുള്ള കമൻറ്റുകളും ഇവരുടെ ഗ്രൂപ്പിലെ ആളുകൾ തമ്മിലുള്ള ചില വർത്തമാനങ്ങളുമൊക്കെ വാർത്തയാക്കി പല മാധ്യമങ്ങളും ആഘോഷിച്ചു. അപ്പോൾ നിഷ്പക്ഷതയോടെ രാഷ്ട്രീയം കാണുന്ന പലരും പറഞ്ഞു കോൺഗ്രസിന് ശനിദശയാണെന്ന്. ഇത്തരത്തിലുള്ള ആരോപണങ്ങളുടെ മുനയൊടിക്കുവാൻ പാർട്ടിക്കോ പാർട്ടി ഘടകത്തിനോ മുന്നണി സംവിധാനത്തിനോ ആയില്ല എങ്കിലും കോൺഗ്രസും UDFും ആ ആത്മവിശ്വാസത്തിൽ തന്നെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെയും നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും നേരിടാൻ ഒരുങ്ങുമ്പോഴാണ് ശശി തരൂർ വക പുതിയൊരു പണി. സംസ്ഥാനത്തിൻ്റെ വ്യവസായ വികസന കണക്കുകൾ നിരത്തി അതിനെ ഭയങ്കരമായി അനുമോദിച്ചുകൊണ്ട് ശശി തരൂർ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൽ ഒരു ലേഖനം എഴുതി. അത് സർക്കാരിനെ അനുകൂലിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെയും വ്യവസായ മന്ത്രി P രാജീവിനെയും വളരെ പ്രശംസിക്കുന്ന ഒന്നാണ് എന്ന് കോൺഗ്രസ്സുകാരും മറ്റാളുകളും കണ്ടെത്തി. കോൺഗ്രസ്സുകാർ ഇതിനെതിരെ മുറുമുറുപ്പ് തുടങ്ങിയപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ അങ്ങ് ശശി തരൂരിനെ വാനോളം പുകഴ്ത്തി. കോൺഗ്രസ്സുകാർ വിളിച്ച വിശ്വപൗരൻ എന്ന പേര് നമ്മുടെ കമ്മ്യൂണിസ്റ്റുകാരും വിളിച്ചു. വിശ്വ സഖാവ് എന്നല്ല, അദ്ദേഹം വിശ്വപൗരൻ തന്നെയാണ് എന്ന് അവർ ഉറപ്പിച്ചു. ഇതിനിടയിലാണ് നമ്മുടെ അമേരിക്കയിൽ നിന്നും വിസയില്ലാത്ത നമ്മുടെ പൗരന്മാരെ നാട്ടിലെത്തിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് വലിയ യുദ്ധവുമായി മുന്നോട്ട് പോയത്. അദ്ദേഹം ആ കാര്യത്തിൽ മോദിയെയോ കേന്ദ്ര സർക്കാരിനോ കുറ്റപ്പെടുത്താൻ നിന്നില്ല. ഇത്തരത്തിലുള്ള നടപടികളൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെയും അദ്ദേഹത്തിൻ്റെ പ്രസ്താവന നിരത്തി. ഇതെല്ലാം വലിയ തലവേദനയാണ് കോൺഗ്രസിന് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. ശശി തരൂരിൻ്റെ ഈ സർക്കാരിനുള്ള ഫ്രീ പ്രശംസ കോൺഗ്രസ് നേതാക്കൾ ഉള്ളിൽ വച്ചുകൊണ്ടിരുന്നില്ല. K മുരളീധരൻ എല്ലാ പ്രാവശ്യത്തെ പോലെ കൃത്യമായ പ്രതികരണവുമായി എത്തി. അദ്ദേഹം പറയുന്നത് തിരുവനന്തപുരത്ത് തരൂരിന് വോട്ട് ചോദിച്ച് നടന്ന പലരും ഈ പഞ്ചായത്ത് ഇലക്ഷന് മത്സരിക്കുന്നുണ്ടാവും. അവരുടെ വിജയത്തിന് എതിരെയുള്ള ഒരു പ്രസ്താവനയാണ് ഇത് എന്നുള്ള രീതിയിലാണ്. ശശി തരൂർ പറഞ്ഞ വ്യവസായ വികസന കണക്കുകൾ കൃത്യമായി നിരത്തിക്കൊണ്ടാണ് ഇതിനെ എതിർത്തത്. ഇങ്ങനെ പല കോൺഗ്രസ് നേതാക്കളും ശശി തരൂരിന് എതിരെ വന്നു. പക്ഷേ നടപടിയൊന്നുമില്ല. വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും ശശി തരൂരിനെ കടക്ക് പുറത്ത് എന്ന് പറയാൻ വേണമെങ്കിൽ അങ്ങ് ഹൈക്കമാൻഡ് പോലും ശശി തരൂരിനെതിരെ അത്ര വലിയ നടപടികൾക്ക് ഒരുങ്ങുന്നില്ല എന്നാണ് അറിവ്. ഇതിൻ്റെ കാരണം എന്താണ്? ശശി തരൂർ പറയുന്നത് ശശി തരൂരിൻ്റെ ഇംഗ്ലീഷ് നമുക്ക് അല്ലെങ്കിൽ ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്ക് ഒന്നും മനസ്സിലാവുന്നതല്ല എന്നാണ്. അത് അറിയണമെങ്കിൽ വല്ല പൃഥ്വിരാജോ ഒക്കെയായി ജനിക്കണം. അങ്ങനെയൊക്കെ ജനിച്ചു കഴിഞ്ഞാൽ ഇത് കൃത്യമായി മനസ്സിലാവും. അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ പൃഥ്വിരാജിനോട് ഇതിനെക്കുറിച്ചൊരു ക്ലാസ് എടുക്കാൻ പറയണം. ഇതുപോലെ ഇംഗ്ലീഷ് പറയുന്ന ആളുകൾ അത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മാമന്മാർ നമ്മുടെ നാട്ടിൽ കുറവാണ് എന്നുള്ളതും കോൺഗ്രസിന് പണിയാണ്. അല്ലാതെ ശശി തരൂർ കോൺഗ്രസിനെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇതൊരു വലിയ തലവേദനയാണ് കോൺഗ്രസിന്. ഇദ്ദേഹത്തെ പാർട്ടിയിൽ നിന്നും പുറത്താക്കാനും വയ്യ. പുറത്താക്കി കഴിഞ്ഞാൽ തിരുവനന്തപുരത്തെ MP സ്ഥാനം ശശി തരൂർ രാജിവെക്കേണ്ടി വരും. ഒരു ഉപതെരഞ്ഞെടുപ്പ് തിരുവനന്തപുരത്ത് ഇപ്പോൾ വന്നാൽ അത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയാവും. 10,000-15,000 വോട്ടിൻ്റെ ബലത്തിൽ ജയിച്ച ശശി തരൂർ ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ UDFിൻ്റെ സ്ഥിതി ഇതൊന്നുമായിരിക്കില്ല. ലക്ഷം പിന്നാലെ ആയിരിക്കും. ഇത് കൃത്യമായി നമ്മുടെ കോൺഗ്രസിലെ അങ്ങ് ഹൈക്കമാൻഡ് തൊട്ട് ലോ കമാൻഡ് വരെയുള്ള മിക്ക തലയിൽ കിഡ്നിയുള്ള നേതാക്കൾക്കും അറിയാം. അതുകൊണ്ടാണ് വലിയ പ്രസ്താവനകളൊന്നുമില്ലാതെ ഇതും
അങ്ങനെ അങ്ങ് പോട്ടെ എന്ന് വച്ചിരിക്കുന്നത്. പിന്നെ മുരളീധരൻ പരസ്യമായ പ്രസ്താവനകളൊന്നും വേണ്ട എന്ന് പറയുമെങ്കിലും അദ്ദേഹമാണ് ഇങ്ങനെയുള്ള പരസ്യ പ്രസ്താവനകൾ പലതും നടത്താറുള്ളത്. ആ മുരളീധരനാണ് നമ്മുടെ ശശി തരൂരിനോട് പരസ്യ പ്രസ്താവന വേണ്ട എന്ന് പറയുന്നതും. ഇതും ചിരി ഉണർത്തുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഒരു ഭരണം ലഭിക്കുവാൻ വേണ്ടി ഒരു യുദ്ധത്തിൽ ഏർപ്പെടേണ്ട ഒരു പാർട്ടി ഇങ്ങനെയൊക്കെ ചെയ്യാമോ? ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ പാർട്ടിയുടെ അവസ്ഥ എന്താവും? അങ്ങ് ഡൽഹി മുതൽ ഇങ്ങ് തമിഴ്നാട് വരെ നോക്കിക്കഴിഞ്ഞാൽ പാർട്ടി പഴയ പാർട്ടിയൊന്നുമല്ല. കോൺഗ്രസ് ഇന്ത്യയിലെ ഏറ്റവും മഹത്തായ പാർട്ടിയായിരുന്ന കാലവുമല്ല. പല സ്ഥലങ്ങളിലും അധികാരം നഷ്ടപ്പെട്ടു. ഒന്നും ഇല്ലാതെയായ ഒരു പാർട്ടിയായി. പല പ്രാദേശിക പാർട്ടികൾക്കും സംഭവിക്കുന്നത് തന്നെയാണ് കോൺഗ്രസിലും സംഭവിക്കുന്നത്. ഓരോ നേതാക്കന്മാർ തമ്മിലുള്ള അടിപിടിയിൽ അണികളടക്കം ചോർന്നു പോകുന്ന ഒരു സംവിധാനം. അത് കേരളത്തിൽ പോലും കോൺഗ്രസിന് അനുഭവിക്കേണ്ടി വരുന്നു എന്നുള്ള അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീക്കുന്നത്. മുഖ്യമന്ത്രിയാവാൻ ഒരു വഴക്ക്, അതിനോടൊപ്പം ഇംഗ്ലീഷ് അറിയുവാൻ വേറൊരു വഴക്ക്. കാര്യങ്ങൾ രസമുള്ളതാണ്. ഇങ്ങനെ വഴക്കുകൾ കൂടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ രാഹുൽ ഗാന്ധി പ്രതിപക്ഷത്ത് അങ്ങ് പാർലമെൻറ്റിൽ ഇരിക്കുന്ന പോലെ ഇവിടുത്തെ കോൺഗ്രസ്സുകാരും ഇരിക്കേണ്ടി വരും. അത് ഓർത്താൽ നല്ലത്.